CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. EDയുടെ അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുറ്റപത്രം പരിശോധിച്ച ശേഷം പ്രതിപട്ടികയിലുള്ള വീണയുൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കും. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായൊരു നടപടി കൂടിയാണിത്. എക്സാലോജിക് മാസപ്പടി കേസിൽ ഇപ്പോൾ SFI കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട്. ഇനി ഏത് നടപടിയായിരിക്കും EDയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? പ്രവിത, ഏതായാലും കേരള രാഷ്ട്രീയത്തെ തന്നെ വളരെയേറെ ബാധിച്ച ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ മാസപ്പടി കേസ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ തായ്ക്കണ്ടിക്ക് ഈ ഒരു കേസിൽ ബന്ധമുണ്ട് എന്നും വീണ തായ്ക്കണ്ടി കരമടച്ച് അല്ലെങ്കിൽ നികുതി അടച്ച് കയ്യിൽ വെച്ചിരുന്ന പണം അത് മാസപ്പടിയായി വീണയ്ക്ക് CMRൽ നിന്നും ലഭിച്ചതാണ് എന്നൊരു ആരോപണം, രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അടക്കം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിലാണ് SFIO സ്വമേധയാ കേസെടുക്കുകയും ഈ ഒരു വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ കുറ്റപത്രത്തിൽ വീണ തായ്ക്കണ്ടിയിൽ എന്ന പേര് ചേർക്കപ്പെട്ടു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള CPMന്റെ അല്ലെങ്കിൽ LDFന്റെ നേതാക്കളെല്ലാം ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പിന്തുണയ്ക്കുന്ന, അവരെ പ്രതിരോധിക്കുന്ന ഒരു നയവുമായി മുന്നോട്ട് വന്നിരുന്നു. ആദ്യം 2024 മാർച്ച് സമയത്ത് ED ഈ ഒരു കേസിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ആ അന്വേഷണം പിന്നീട് SFIO പോലുള്ള ഒരു ഏജൻസി ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതുകൊണ്ട് EDയുടെ അന്വേഷണം ഒരു മെല്ലെപ്പോക്കിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്നും മരവിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ SFIO തന്നെ കുറ്റപത്രം സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് EDയും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പൊടി തട്ടിയെടുക്കുവാനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലെല്ലാം ഈ പ്രതിപട്ടികയിൽ, അതായത് SFIOയുടെ കുറ്റപത്രത്തിൽ ഉള്ള പ്രതിപട്ടികയിലുള്ളവരെ, അതിൽ പ്രധാനമായും വീണ തായ്ക്കണ്ടിയിലും CMRLന്റെ രാമകർത്ത എന്ന് പറയുന്ന ആളുമൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെയും ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യുവാൻ വേണ്ടി EDക്ക് വിളിച്ചു വരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അത് വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് ED ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രവിത.